ആ മഹി, താനോട് അങ്ങോട്ട് മാറിയുന്നേ. മോളെ, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക. ഒരാമിട്ട് അവളുടെ മുഖത്തേക്ക് നീ എറിഞ്ഞു കൊടുക്കണം. എന്നിട്ട് ആ മുഖം വികൃതമാവട്ടെ. പിന്നെ അവള് ചിരിച്ചുകൊണ്ട് ആരെയും വഞ്ചിക്കില്ലല്ലോ. കണ്ണേട്ടം പിടിക്കേ. രാവിലെ വിഷുക്കൈ നീട്ടം വാങ്ങാൻ അയാള് വരൂ, ആ സാഗർ. വാക്ക് പറഞ്ഞ അത് പാലിക്കുന്ന കൂട്ടത്തില്ല സാഗർ, അതുകൊണ്ട് വരാതിരിക്കില്ല. 1-ാം തീയതി ആയിട്ട് അവന് വീടിനകത്തോട്ട് കേറ്റണോ കണ്ണാ? ഈ വീടിനകത്ത് താമസിക്കാൻ യോഗ്യതയില്ലാത്ത ഒരുപാട് പേര് താമസിക്കുന്നുണ്ടല്ലോ. ഇന്നുൾപ്പെടെ എല്ലാ 1-ാം തീയതിയും അവരെല്ലാവരും ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ. പിന്നെ അവനെ മാത്രം എന്തിനാ ഒഴിവാക്കുന്നേ? അമ്മയാണ്, അനിയനാണ്, പെങ്ങളാണ്, ആ ബോധമൊക്കെ എനിക്കുണ്ട്. പക്ഷെ നിരപരാധിയായ എന്റെ ഭാര്യയുടെ മനസ്സിൽ തട്ടുന്ന പോലെ സംസാരിക്കാൻ തുടങ്ങിയാല് ഞാനും പറയാനുള്ളത് പറഞ്ഞു തന്നിരിക്കും. ഇന്നത്തെ ദിവസം എന്റെ നാവ് പിഴയ്ക്കരുതെന്ന് ആഗ്രഹിച്ചതാ. പക്ഷെ അതിന് സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അയ്യോ, ഇനി ഞങ്ങളൊന്നും പറയുന്നില്ലേ? വാ മോളെ. നീ ഭാര്യ വീട്ടിൽ പോകുന്നില്ലടാ. നിന്നെ എന്റെ അമ്മാച്ചൻ വിളിച്ചായിരുന്നല്ലോ. പോകുന്നു. ഇതുകൊണ്ടാ കണ്ണേട്ടാ ഞാൻ പറഞ്ഞത്, സാഗറിനെ എന്തിനും ഏതിനും ഇവിടേക്ക് വിളിക്കണ്ടെന്ന്. വിളിച്ചോണ്ട് എന്താ കുഴപ്പം? നമ്മളൊരു തെറ്റും ചെയ്യാത്തിടത്തോളം കാലം ആരെ മതിലിന് പുറത്ത് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ തനിക്കിപ്പോ എന്തെങ്കിലുമൊക്കെ മിണ്ടാനും പറയാനൊക്കെ പറ്റിയൊരു സുഹൃത്താ സാഗർ. അവൻ തനിക്ക് തന്റെ കൂടപ്പുറപ്പിനെ പോലെയാണെന്ന് താൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ തന്നെയാ അവനും കരുതുന്നല്ലേ? പിന്നെ തെറ്റായ ഒരു ചിന്തയില്ല സാഗറിന്. അങ്ങനെ ഒരാളെ എന്തിനാണോ അവോയ്ഡ് ചെയ്യുന്നേ? ഇവിടെ എന്റെ കൂടപ്പിറപ്പുകളും രണ്ടാനമ്മയാണെങ്കിലും അമ്മയെന്ന് ഞാൻ വിളിക്കുന്നവരൊക്കെയാ ഈ വീടിനകത്തുള്ളത്. പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആ പോയവരുടെ ഒന്നും കണ്ണു നിറയില്ല. പക്ഷേ അവർക്കൊക്കെ എന്തെങ്കിലും ആപത്തൊന്നാ അത് എന്നെ വേദനിപ്പിക്കാറുണ്ട്. എന്നാൽ എന്റെ വേദനകൾ അവർക്കൊരിക്കലും കിട്ടാറില്ല. എല്ലാം സമ്പത്തിന് വേണ്ടിയിട്ടുള്ള സ്നേഹം മാത്ര. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെ നെഞ്ചിക്കൊണ്ട് നടക്കുന്നവരെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുതെന്ന്. വീടിനകത്തുള്ളവരും പുറത്തുള്ളവരും ഈ സമൂഹവും ചിലപ്പോൾ ആണും പെണ്ണും തമ്മിലുള്ള അടുപ്പത്തെ വിമർശിച്ചു എന്ന് വരും. എങ്കിലും നമ്മുടെ ഭാഗത്ത് വീഴ്ചയില്ലാത്തിടത്തോളം കാലം നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. വാ. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.